ആ ഇരുട്ടിൻ്റെ മറവിൽ നിന്നും ഒരു പടകൂറ്റൻ നായ വന്ന് വെളിച്ചത്തിലേക്ക് നിന്നു. തിളക്കമേറിയ മൂർച്ചയുള്ള പല്ലുകൾ കാട്ടിക്കൊണ്ട് അതൊന്ന് ഉച്ചത്തിൽ മുരണ്ടു. അതിനെ കണ്ടതും രാജശേഖരനും ഹരീഷും ഞെട്ടലോടുകൂടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു. സ്റ്റാലിൻ്റെയും ആദിയുടെയും ധ്രുവൻ്റെയും ആകാശിൻ്റെയും മുഖത്ത് പുച്ഛവും ക്രൂരവും കലർന്ന ഒരു ചിരി വിരിഞ്ഞു. നീയൊക്കെ അവസാനമായി ലോകം കണ്ടത് ഇന്നാണ്. ഇനി ഒരിക്കലും ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കില്ല. അത് ഞങ്ങൾ തരുന്ന വാക്കാണ്, സ്റ്റാലിൻ പറഞ്ഞു. നീയൊക്കെ ഞങ്ങളെ വിലയിരുത്തുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ഉണ്ടിട്ടുള്ള ഓണത്തിനേക്കാൾ വിഭവസമൃദ്ധമായ ഓണമുണ്ടത് ഞങ്ങളാണെന്ന്, ധ്രുവ് പറഞ്ഞു. എത്ര കൊല്ലം ജീവിച്ചു എന്നതിലല്ല കാര്യം, എത്ര കൊല്ലം കൊണ്ട് ജീവിക്കാൻ പഠിച്ചു എന്നതിലാണ്. ഇനി രാജശേഖരൻ ഹരീഷ് എന്ന അധ്യായമില്ല. അങ്ങനെ 2 പേര് ജീവിച്ചിരിപ്പില്ല എന്ന രീതിയിൽ ഞങ്ങൾ ഈ കാര്യം അടച്ചുപൂട്ടും, ആകാശ് പറഞ്ഞു. അതിനു മുന്നേ നിന്നെയൊക്കെ നിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആദ്യ കയ്യിലിരുന്ന ടാബ് ഓണാക്കി അവരുടെ നേരെ കാണിച്ചു കൊടുത്തു. ഒരു ഗോഡൌണിനുള്ളിൽ പെട്ടുകിടക്കുന്ന ഹരീഷിൻ്റെയും രാജശേഖരൻ്റെയും ഗാർഡ്സ് ആയിരുന്നു അതിൽ. എന്നാൽ അടുത്ത നിമിഷം ആ ഗോഡൌൺ പൊട്ടിച്ചിതറിപ്പോയിരുന്നു. വലിയ രീതിയിൽ അവിടെ തീ ആളി പടർന്നു പിടിച്ചിരുന്നു. ഒരു ഞെട്ടലോടെയും വിറയലോടെയും അവർ രണ്ടാളും അത് കണ്ട് പേടിച്ചുപോയി. കൈസർ ഗോ, സ്റ്റാലിൻ പറഞ്ഞതും കൈസർ വേഗത്തിൽ ഹരീഷിൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറി. രാജശേഖരൻ പേടിച്ച് ഒരു മൂലയിൽ പോയി ഇരുന്നു. ആ നിമിഷം അയാൾ മരിച്ചു പോയാൽ മതി എന്നാഗ്രഹിച്ചു. സ്വന്തം മകനെ കൺമുന്നിലിട്ട് കൈസർ കടിച്ചു കീറിയെടുക്കുന്നത് അയാൾ കണ്ടുകൊണ്ട് അലറിക്കരഞ്ഞു. എന്നാൽ ഒരു ക്രൂരമായ ചിരിയോടെ 4 പേരും അവിടെ ആ കാഴ്ച നോക്കി അങ്ങനെ നിന്നു. ഹരീഷിൻ്റെ അലറിക്കരച്ചിൽ നിലച്ചിരുന്നു. അവൻ്റെ ആ ശരീരം പല കഷ്ണങ്ങളായി ചിതറിക്കിടന്നു. ഒന്നിനും കഴിയാതെ അയാൾ അവിടെ തളർന്നിരുന്നു പോയിരുന്നു. മകൻ്റെ മരണമാണ് മുന്നിൽ ക്രൂരമായി നടന്നത്. കൈസർ കം, സ്റ്റാലിൻ വിളിച്ചു. അവസാനമായി അയാളെ ഒന്ന് നോക്കിയിട്ട് അവർ 4 പേരും അവിടെ നിന്നും ഇറങ്ങി, കൂടെ കൈസറും. ആ ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങി അവർ അവരുടെ ആ കാറിൽ കയറി. ഇപ്രാവശ്യം വണ്ടി ധ്രുവനാണ് ഓടിച്ചിരുന്നത്. അവരുടെ വണ്ടി അവിടെ നിന്നും ആ ബിൽഡിംഗ് വിട്ട് ഒരു ഞരക്കത്തോടെ പോവാൻ തുടങ്ങി. അവർ അവിടെ നിന്നും മറിഞ്ഞതും ആ ബിൽഡിങ്ങിൽ ഒന്നായി ഒരു പൊട്ടിത്തെറിയുണ്ടായി. ആ ബിൽഡിങ്ങിൽ വലിയ രീതിയിലായി തീ ആളിപ്പടർന്നു. ആ അധ്യായം അവിടെ വെച്ചു അവർ 4 പേരും ഒരുപോലെ അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. പുലർച്ചെയോടെയാണ് ധ്രുവനും ആദിയും സ്റ്റാലിനും ആകാശും റിസോർട്ടിലെത്തിയത്. എല്ലാത്തിനും നല്ലൊരു തീരുമാനം എടുത്തതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. പുറത്തുനിന്നും വാതിൽ ലോക്ക് ചെയ്തതുകൊണ്ട് ആ വാതിലിൻ്റെ ചാവി അവരുടെ ഉള്ളതും കൊണ്ടും വേഗം തന്നെ വാതിൽ തുറന്ന് അവരകത്ത് കയറി. ഇനി ഒന്ന് പോയി നല്ല പോലെ കിടന്നുറങ്ങി ഒരു വൈകുന്നേരത്തോടെ നമുക്ക് ഇവിടെ നിന്ന് പോകാമല്ലേ ധ്രുവ, സ്റ്റാലിൻ പറഞ്ഞു. ഞാനും അത് പറയാനായി വരുമായിരുന്നു. ഒന്ന് പോയി നല്ല പോലെ കുളിക്കണം, ധ്രുവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ചെല്ല്, പോയി കുളിച്ച് സെറ്റായി നല്ല പോലെ കിടന്നുറങ്ങാൻ നോക്ക്, ആദി പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ നല്ല ദിവസങ്ങളുടെ ഒരു തുടക്കമായിട്ട് പോയി കുളിക്കണം, ആകാശ് പറഞ്ഞു. അതോടെ എല്ലാവരും അവനവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ പെൺപിള്ളേർ വാതിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് വേഗം കയറാൻ പറ്റി. ധ്രുവൻ റൂമിലേക്ക് കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടു. കട്ടിലിൽ കിടന്നുറങ്ങുന്ന ദേവുവിനെ ഒന്ന് നോക്കി. ധ്രുവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ മെല്ലെ ദേവുവിൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ടവലും ഡ്രസ്സും എടുത്തുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങി ടവൽ അവിടെ വെച്ചിട്ട് ധ്രുവൻ കട്ടിലിൽ കയറി കിടന്നു. ദേവുവിനെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ധ്രുവൻ്റെ മുടിയിടയിലെ വെള്ളത്തുള്ളികൾ മുഖത്തായതും ദേവു ഒന്ന് മെല്ലെ മൂളിക്കൊണ്ട് കണ്ണു തുറന്നു. അഞ്ജു, ധ്രുവൻ മെല്ലെ വിളിച്ചു. ശിവേട്ട, വിടർന്ന കണ്ണുകളോടെ ദേവു അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് വിളിച്ചു. എന്താ കുഞ്ഞാ, ധ്രുവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ശിവേട്ടൻ ഇന്ന് വരില്ല എന്ന്. പോയ ആ കാര്യം ഓക്കെ ആയോ, ദേവു ചോദിച്ചു. അതൊക്കെ ഓക്കെ ആയി. എൻ്റെ കുഞ്ഞിനെ കാണാൻ തോന്നി, അതാ ഇന്ന് തന്നെ ഓടി വന്നത്, ധ്രുവ് പറഞ്ഞു. ഞാൻ കുഞ്ഞാണോ ശിവേട്ട, ദേവു ചോദിച്ചു. അതേലോ, നീ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണ്, ധ്രുവ് പറഞ്ഞു. അതെ, തെമ്മാടി പോലീസിൻ്റെ കുഞ്ഞിപ്പെണ്ണ് അല്ലേ ശിവേട്ട, ദേവു ധ്രുവൻ്റെ താടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരാടി തെമ്മാടി, ധ്രുവൻ ദേവുവിൻ്റെ കവിളിലൊന്ന് അമർത്തി കടിച്ചുകൊണ്ട് ചോദിച്ചു. ശിവേട്ടനാ എൻ്റെ മാത്രം തെമ്മാടി, ദേവു ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. ആണോടി, ധ്രുവൻ ദേവുവിൻ്റെ കഴുത്തിൽ അവൻ്റെ താടിയൊന്ന് ഉരുമിക്കൊണ്ട് ചോദിച്ചു. ആ അതെ, എൻ്റെ തെമ്മാടി പോലീസാണ്, ദേവു ധ്രുവൻ്റെ മുഖത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. തെമ്മാടി ആയിരുന്നു അഞ്ജു, നീ വന്നതോടെ എൻ്റെ ഈ ജീവിതം തന്നെ മാറിപ്പോയി. നീ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ശരിക്കും എനിക്കിങ്ങനെ ചിരിക്കാൻ കഴിയും, മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയും, അമ്മയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയും എന്നൊക്കെ പഠിപ്പിച്ചത് നീയാണ് അഞ്ജു, ധ്രുവൻ പറഞ്ഞു നിർത്തി. എനിക്കറിയാം, എൻ്റെ ശിവേട്ടനെ ഒരിക്കലും ആർക്കും മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ അടക്കി അങ്ങ് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചോളാം, ദേവു പറഞ്ഞു. മരണം ഉറപ്പല്ലേ അഞ്ജു,
നിന്നേക്കാളും മുന്നേ ഞാൻ പോകും, ധ്രുവൻ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് മരിക്കാം ശിവേട്ട. ശിവേട്ടനില്ലാതെ ഒരു ലോകം എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാനും കൂടെ അങ്ങ് വരും, ദേവു പറഞ്ഞു. ധ്രുവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദേവുവിന്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് കിടന്നു. ദേവു ധ്രുവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ മുടിയിഴകളിലൂടെ മെല്ലെ വിരലോടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാത്രം തെമ്മാടി പോലീസാ, ധ്രുവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. അതെ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മാത്രമാണ്, എൻ്റെ മാത്രം കുഞ്ഞിപ്പെണ്ണാണ്, ധ്രുവൻ പറഞ്ഞു. കുഞ്ഞല്ല ശിവേട്ട, വലുതാണ് ഞാൻ, ദേവു പറഞ്ഞു. അതെനിക്ക് ഫസ്റ്റ് നൈറ്റ് ദിവസം മനസ്സിലായതാണ്. എന്നാലും നീ എൻ്റെ കുഞ്ഞാ, ധ്രുവൻ പറഞ്ഞു. അയ്യേ, വഷളത്തരം പറയലേ ശിവേട്ട, ദേവു മെല്ലെ ശിവന്റെ കവളിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എൻ്റെ കുഞ്ഞു ഭാര്യയാണ് അഞ്ജു. എനിക്ക് വഷളത്തരം പറയാം, ധ്രുവൻ പറഞ്ഞു. ആണോ ശിവേട്ട, നമ്മൾ എന്നാ ഇവിടുന്ന് പോകുന്നത്? എനിക്ക് നമ്മുടെ വീട് മിസ് ചെയ്യുന്നുണ്ട്, ദേവു പറഞ്ഞു. നമ്മൾ നാളെ വൈകുന്നേരം പോകും. എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ ഇതുപോലെ കെട്ടിപ്പിടിച്ചു കിടക്കാം. ഒരു സർപ്രൈസ് ഉണ്ട് അഞ്ജു നിനക്ക്, ധ്രുവു പറഞ്ഞു. അതെന്താ, ദേവു ചോദിച്ചു. പറഞ്ഞാൽ അതെങ്ങനെയാ സർപ്രൈസ് ആവുക എൻ്റെ കുഞ്ഞി, ധ്രുവൻ ചോദിച്ചു. എന്നാ പറയണ്ട, ദേവു പറഞ്ഞു. അതോടെ ധ്രുവൻ ദേവുവിൻ്റെ മേലെ മെല്ലെ കയറി കിടന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വന്നു. ദേവുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ദേവു ഒന്ന് വിറച്ചുപോയി. ദേവുവിൻ്റെ കൈകൾ ധ്രുവന്റെ പുറത്തമർന്നു. ധ്രുവൻ ദേവുവിൻ്റെ കണ്ണിലും കവിളിലും മൂക്കിലും ചുണ്ടിലും അമർത്തി അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു. ദേവുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൾ ധ്രുവന്റെ മുഖം മുഴുവൻ അമർത്തി അമർത്തി ചുംബിച്ചു. ധ്രുവന്റെ മുഖം ദേവുവിൻ്റെ കഴുത്തിലേക്ക് അമർന്നതും ദേവു ഒന്ന് പിടഞ്ഞു. അവൻ്റെ താടിരോമങ്ങൾ അവളിലൊരു കോരിത്തെരിപ്പുണ്ടാക്കി. ശിവേട്ട, ദേവുവിൻ്റെ ചുണ്ടുകൾ വിറച്ചു. കുഞ്ഞാ, ധ്രുവൻ ദേവുവിൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു വിട്ടുകൊണ്ട് മെല്ലെ വിളിച്ചു. ലവ് യു ശിവേട്ട, ദേവു പറഞ്ഞു. ലവ് യു ടു കുഞ്ഞാ, ധ്രുവനും പറഞ്ഞു. ധ്രുവൻ ദേവുവിൻ്റെ വയറിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് കുറേ നേരം അങ്ങനെ കിടന്നു. ദേവു ധ്രുവന്റെ തലയിൽ അമർത്തിപ്പിടിച്ച് മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് കിടന്നു. ധ്രുവൻ അവളെ വയറിൽ അമർത്തി കടിച്ചുകൊണ്ട് ദേവുവിൻ്റെ ചെവിയിൽ മെല്ലെ വന്നു ചുംബിച്ചു. അഞ്ജു, നീ ഇത് കുടവയറാണല്ലോ, ദേവുവിൻ്റെ ആ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് ധ്രുവ് പറഞ്ഞു. അത് കുറേ ഫുഡ് കഴിച്ചിട്ടാ ശിവേട്ട, ദേവു പറഞ്ഞു. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ കുടവയർ കാണാൻ കേട്ടോ, ധ്രുവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുടവയറല്ല ശിവേട്ട, ദേവു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ധ്രുവൻ ദേവുവിൻ്റെ വയറിൽ അമർത്തി വീണ്ടും വീണ്ടും കടിച്ചും ചുംബിച്ചും കൊണ്ടിരുന്നു. ദേവു പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ മുടി കുരുത്തി പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ധ്രുവൻ ദേവുവിൻ്റെ മേൽ പടർന്നു കയറി തുടങ്ങി. പുലർച്ചെയോടെ തണുപ്പിൽ ദേവുവിൻ്റെ നഗ്ന ശരീരത്തിലെ ആ ചൂട് അവനിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. ആദി റൂമിലേക്ക് കയറി വാതിലടച്ചുകൊണ്ട് വിന്ധ്യയെ നോക്കി. അവൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ആദി മെല്ലെ അവിടെ അടുത്തു പോയി ഇരുന്നു കൊണ്ട് വിന്ധ്യയുടെ കൈയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു. ആദിയുടെ സാന്നിധ്യം ഉറക്കത്തിലും മറിഞ്ഞ പോലെ വിന്ധ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദി അതൊരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി. മിത്ര, ആദി മെല്ലെ വിളിച്ചു. വിന്ധ്യ ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. മിത്ര, ആദി വീണ്ടും വിളിച്ചു. ദേവേട്ട, വിന്ധ്യ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വിളിച്ചു. മിത്ര, ആദി വീണ്ടും വിളിച്ചു. അതോടെ വിന്ധ്യ മെല്ലെ എഴുന്നേറ്റിരുന്നു കൊണ്ടവൾ ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇന്ന് തന്നെ വന്നോ? ഞാൻ കരുതി ഇന്ന് വരില്ല എന്ന്. എവിടെ പോയതാ ദേവേട്ട? വിന്ധ്യ ചോദിച്ചു. കുറച്ച് ബിസിനസ് കാര്യമുണ്ടായിരുന്നു, സ്റ്റാലിൻ്റെയും ആകാശിൻ്റെയും കൂടെ നിന്നിട്ട്, ആദി പറഞ്ഞു. എല്ലാം ഓക്കെ ആയോ? വിന്ധ്യ ചോദിച്ചു. എല്ലാം ശരിയായി. ഇനി ഇങ്ങനെ പോവേണ്ടി വരില്ല കേട്ടോ മിത്രക്കുട്ടി, ആദി വിന്ധ്യയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. അതിന് വിന്ധ്യ ഒന്ന് ചിരിച്ചുകൊണ്ട് ആദിയുടെ കയ്യിൽ മെല്ലെ ഒന്ന് ചുംബിച്ചു. എനിക്ക് കുളിക്കണം മിത്ര, ഞാൻ കുളിക്കട്ടെ, ഡ്രസ്സ് എടുത്ത് വെക്കൂ? ആദി ചോദിച്ചു. ദേവേട്ടൻ കുളിച്ചിട്ട് വാ, ഞാൻ ഡ്രസ്സ് എടുത്ത് ഒതുക്കി വയ്ക്കാം, വിന്ധ്യ പറഞ്ഞു. അതോടെ ആദി വിന്ധ്യയുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും കുളിക്കാനായി പോയി. വിന്ധ്യ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ആദിക്ക് വേണ്ട ഒരു ജോഡി ഡ്രസ്സ് സെറ്റാക്കി വെച്ചു. ആദി കുളിച്ചിറങ്ങി വന്നതും വിന്ധ്യ എടുത്തു വെച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൻ്റെ അരികിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി. വിന്ധ്യ പതിയെ ആദിയുടെ നേരെ വന്നുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ആദി വിന്ധ്യയെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് എടുത്തു പൊക്കി അവൻ്റെ അരിയിലേക്ക് ഇരുത്തിയിട്ട് ചുമരിലങ്ങ് ചേർത്ത് വെച്ചു. വിന്ധ്യയുടെ ചുണ്ടുകളിൽ കടിച്ചുകൊണ്ട് ആദി അതിനെ വായിലേക്ക് നുണയാൻ തുടങ്ങി. അവളുടെ കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് ആദി ചുണ്ടുകൾ കൊണ്ട് ചേക്കേറി. ചുണ്ടുകളുടെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ആ ചുംബനം നാവിലേക്ക് പടർന്നു. ആദിയുടെ കൈകൾ വിന്ധ്യയുടെ ഇടുപ്പിൽ അമർന്നു. ഒരു ഞെരുക്കം വിന്ധ്യയിൽ നിന്നും ഉണ്ടായി. അവൾ ആദിയുടെ അരയിൽ ഇരുന്നു കൊണ്ട് ഇരുകാലുകളും കൊണ്ട് അവനെ ലോക്ക് ചെയ്ത് പിടിച്ചു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ആദി വിന്ധ്യയെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. അവളുടെ മേലെ പതിയെ കയറി കിടന്നു. അവളുടെ കഴുത്തിലും ചെവിയിലും കവിളിലും ആദി മൃദുവായി ചുംബിച്ചുകൊണ്ടിരുന്നു. അവളിലെ ഓരോ ഭാഗത്തും ചുംബിച്ചുകൊണ്ട് ആദി ആ നിമിഷം തന്നെ അവളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി. നഗ്നമായ ആദിയുടെ പുറത്ത് നഖമാഴ്ത്തി കണ്ണുകൾ അടച്ചു പിടിച്ചു ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് വിന്ധ്യ അങ്ങനെ അത് ലയിച്ചു കിടന്നു. സ്റ്റാലിൻ റൂമിലേക്ക് കയറി ഡോർ അടച്ചുകൊണ്ട് മെല്ലെ മീനുവിൻ്റെ അടുത്ത് വന്നിരുന്നു. മീനു നല്ല രീതിയിൽ ഉറക്കത്തിലായിരുന്നു. അവൻ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഒരു കുഞ്ഞു ചിരിയോടെ അവൻ കുളിക്കാനായി കയറി. അരമണിക്കൂർ നീളുന്ന കുളി കഴിഞ്ഞ് സ്റ്റാലിൻ വന്ന് മീനുവിൻ്റെ അടുത്ത് പോയി ഇരുന്നു. അവളുടെ കവിളിൽ മെല്ലെ തലോടി.
മീനു. സ്റ്റാലിൻ വിളിച്ചതും മീനു കണ്ണു തുറന്നതും ഒരു നിമിഷം അവനെ തന്നെ മീനു നോക്കിയിരുന്നു. അടുത്ത നിമിഷം സ്റ്റാലിനെ അവൾ കെട്ടിപ്പിടിച്ചിരുന്നു. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുനീർ അവൻ്റെ കഴുത്തിൽ വന്ന് പതിഞ്ഞു. മീനു. സ്റ്റാലിൻ ഒരു ഞെട്ടലോടെ വിളിച്ചുകൊണ്ട് ആ മുഖം അവൻ കയ്യിലെടുത്തു. ഇച്ചേ. മീനു വിക്കിക്കൊണ്ട് വിളിച്ചു. എന്തിനാ കൊച്ചു കരയുന്നേ? ഞാനിങ്ങ് വന്നില്ലേ? മീനു കണ്ണു തുടയ്ക്ക് എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു. എനിക്ക് ഇച്ചേനെ കുറേ മിസ് ചെയ്തു. ഞാൻ ഉറങ്ങിയില്ല. ഇപ്പോഴാ ഉറക്കം വന്ന. മീനു പറഞ്ഞു. ആണോ? ഇനി എൻ്റെ മീനുവിനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ലാട്ടോ. സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ പീരീഡ്സായി ഇച്ചേ. മീനു മെല്ലെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. സ്റ്റാലിൻ മീനുവിനെ അവനോട് ചേർത്തിരുത്തിക്കൊണ്ട് മീനുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നുണഞ്ഞെടുത്തു. ദീർഘമായ ചുംബനത്തിന് ഒടുവിൽ കിതപ്പോടെ ചിരിച്ചുകൊണ്ട് മീനു സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. സ്റ്റാലിൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇച്ചേ, എനിക്ക് കോഫി വേണം. മീനു സ്റ്റാലിൻ്റെ ആ താടിയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. കോഫി മെഷീൻ കോഫിയാണോ? സ്റ്റാലിൻ ചോദിച്ചു. അല്ല, എനിക്ക് ചായക്കടയിൽ നിന്നും കോഫി വേണം. അതും ഇപ്പോൾ പുറത്തു പോകണം. മീനു പറഞ്ഞു. എന്നാ വാ, നമുക്ക് നടന്നു പോകാം. കൊച്ചിന് വയറുവേദനിക്കുന്നുണ്ടോ? സ്റ്റാലിൻ ചോദിച്ചു. ഇല്ലല്ലോ ഇച്ചേ, എനിക്ക് ഇച്ചായൻ്റെ കൈ പിടിച്ച് നടന്നു പോയി കോഫി കുടിക്കണം. മീനു പറഞ്ഞു. എന്നാ വാ, ഇപ്പോൾ തന്നെ പോകാം. സ്റ്റാലിൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ മുടി ഒന്ന് കെട്ടട്ടെ. മീനു പറഞ്ഞു. ഞാൻ കെട്ടിത്തരാം മീനു. സ്റ്റാലിൻ മീനുവിനെ തിരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. മീനു ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞിരുന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ മുടി മുഴുവൻ എടുത്ത് ബണ്ണിട്ട് കൊടുത്തു. ശേഷം അവൻ എഴുന്നേറ്റ് പോയി ഒരു കുഞ്ഞു കറുത്ത പൊട്ടെടുത്ത് കൊണ്ടുവന്ന് മീനുവിൻ്റെ നെറ്റിൽ വെച്ച് കൊടുത്തു. ഒരു നുള്ളു സിന്ദൂരം അവളുടെ നെറുകിൽ തൊട്ട ശേഷം ഇത്തിരി ക്രീം എടുത്ത് അവളുടെ മുഖത്ത് തേച്ച് കൊടുത്തുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഒരു കുഞ്ഞു കമ്മലും അവിടെയുള്ള മീനുവിൻ്റെ വാച്ചുമിട്ട് കൊടുത്തുകൊണ്ട് മീനുവിനെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. സ്റ്റാലിൻ മീനുവിൻ്റെ പിന്നിൽ നിന്നും അവളുടെ വയറിൽ മെല്ലെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എൻ്റെ മീനു സുന്ദരിയായി, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. സ്റ്റാലിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. വാ, നമുക്ക് പോകാം, സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെ മീനുവും സ്റ്റാലിനും മെല്ലെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ശേഷം അവർ ഹാളിലേക്ക് വന്നു. പിന്നീട് അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ഇച്ചേ, നമുക്ക് ചെരുപ്പ് ഇടണ്ട. റോഡിൻ്റെ തണുപ്പെല്ലാം അറിഞ്ഞിട്ട് നടക്കാം, മീനു പറഞ്ഞു. ചെരുപ്പ് വേണ്ടെങ്കിൽ വേണ്ട, സ്റ്റാലിൻ മീനുവിൻ്റെ ആ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും റിസോർട്ടിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. അന്ന് ആദ്യമായി സ്റ്റാലിൻ മീനുവിൻ്റെ ഒപ്പം ഗാർഡ്സ് കൂടെ ഇല്ലാതെ നടന്നു. അവൻ അവളെ വെച്ചൊരു റിസ്ക് എടുക്കുന്നതിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. അതാണ് മീനുവിന് ചുറ്റും ഒരു സമയം അവൾ പോലും അറിയാതെ ഗാർഡ്സിനെ വെച്ചത്. മീനുവാണിൽ സ്റ്റാലിനെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഓരോ കഥകൾ പറഞ്ഞാണ് നടക്കുന്നത്. ഇച്ചേ, ഇങ്ങനെയൊരു ദിവസം പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, മീനു പറഞ്ഞു. ആണോ? ഇനി നമുക്ക് എന്നും പോവാട്ടോ. സ്റ്റാലിൻ ഒരു ചിരിയോടെ മീനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പോവണം. ശരിക്കും ഇച്ഛ ഉള്ളത് കൊണ്ടാ ഞാൻ എന്ത് ഹാപ്പിയാണെന്നറിയോ? അല്ലെങ്കിൽ പീരീഡ്സായി കഴിഞ്ഞാൽ ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. വേദന കാരണം അങ്ങനെ കിടക്കും. എൻ്റെ ഒരു ആഗ്രഹം പോലും നടക്കില്ല, മീനു പറഞ്ഞു. നിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെയും കൂടെയാണ് മീനു. നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണോ അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് നിൻ്റെ എല്ലാ ഇഷ്ടവും, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒരു പുഞ്ചിരിയോടെ സ്റ്റാലിൻ്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നമ്മൾ എന്നാ ഇച്ചേ പാലക്കാട് പോകുന്നത്? മീനു ഒരു ചിരിയോടെ ചോദിച്ചു. നമ്മൾ ഏപ്രിൽ വിഷുവിന് മുന്നേ പോകും. അവിടെ ചെന്നാണ് നമ്മുടെ വിഷു, സ്റ്റാലിൻ പറഞ്ഞു. ആഹാ, വിഷു നമുക്ക് അടിച്ചു പൊളിക്കണം. വിഷുക്കണി ഒരുക്കണം, മീനു പറഞ്ഞു. പടക്കം പൊട്ടിക്കണം, സ്റ്റാലിൻ പറഞ്ഞു. അയ്യോ, എനിക്ക് പടക്കം പേടിയായിച്ചേ. നമുക്ക് ചെറിയ കമ്പിത്തിരി മതി, മീനു പറഞ്ഞു. നീ എന്തിനാ പേടിക്കുന്നേ മീനു? ഞാനില്ലേ നിൻ്റെ കൂടെ, പേടിക്കണ്ടാട്ടോ, സ്റ്റാലിൻ പറഞ്ഞു. ഇച്ചേ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങിക്കൊണ്ട് മീനു സ്റ്റാലിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. അങ്ങനെ സംസാരിച്ച് സ്റ്റാലിനും മീനുവും ചായക്കടയുടെ മുന്നിലെത്തിയിരുന്നു. ഇച്ചേ, ദേ ചായക്കട, മീനു പറഞ്ഞു. ഞാൻ കണ്ടു മീനു, വാ നമുക്ക് കാപ്പി കുടിക്കാം. കൂടെ കഴിക്കാൻ എന്താ വേണ്ടത്? സ്റ്റാലിൻ ചോദിച്ചു. ഇപ്പോൾ പുലർച്ചെയല്ലേ, അതുകൊണ്ട് ഒന്നും ആയിട്ടുണ്ടാകില്ല. ബിസ്ക്കറ്റ് മതി, മീനു പറഞ്ഞു. ഇവിടെ ഈ ചെയറിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും മീനു, ഞാൻ കാപ്പി വാങ്ങി വരാം, സ്റ്റാലിൻ പറഞ്ഞു. ഇരുന്നോളാം എന്ന് പറഞ്ഞ് മീനു അവിടെയുള്ള ഒരു ചെയറിൽ ചെന്നിരുന്നു. സ്റ്റാലിൻ പോയി 2 കോഫിയും ഒരു ബിസ്ക്കറ്റും പറഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ കടക്കാരൻ കാപ്പിയും ബിസ്ക്കറ്റും ഒരു കുഞ്ഞു പ്ലേറ്റിലാക്കി കൊണ്ടുവന്നു. സ്റ്റാലിൻ അത് കൊണ്ടുപോയി മീനുവിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവളെ നോക്കി. മീനു സ്റ്റാലിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കാപ്പി ഗ്ലാസ് എടുത്ത് പിടിച്ച് സ്റ്റാലിനും കൊടുത്തു. ശേഷം മെല്ലെ ഒരു ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് രണ്ടാളും ആ കാപ്പി ഊതി ഊതി കുടിക്കാൻ തുടങ്ങി. ആ കാപ്പിയിൽ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മധുരം കലർന്നിരുന്നു.